അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും സുഖമാണോ? സുഖമെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ, നമുക്ക് സുഖം തന്നെ, കുഴപ്പമൊന്നുമില്ല. ചിരി വരെ അൽഹംദുലില്ലാ പറയുമ്പോൾ കാണാം. അൽഹംദുലില്ലാനെ പറ്റി കുറേ ആൾക്കാർ പറയുന്നുണ്ട്. എന്തോ ഞാൻ പറയണത് ആത്മാർത്ഥമായിട്ടാണ്. നമ്മളെ സുഖം അത് അൽഹംദുലില്ലാ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് വലിയ കുഴപ്പമില്ലാതെ പോകണു എന്ന് മാത്രമാണ് പറയുന്നത്. കുഴപ്പം എന്നൊന്നും പറയുന്നില്ല, അതുകൊണ്ട് വലിയ പ്രശ്നമില്ല തോന്നുന്നു. ഏതായാലും ഞാനത് പറയാനല്ല വന്നത്, ഞാൻ വേറൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ പറയുന്നത്, ഇന്നലെ കഴുത്തറുത്ത് കൊന്നൊരു പെണ്ണുണ്ടല്ലോ, ഹസീന, അവളുടെ ഉമ്മയുടെ ഒരു ഇൻ്റർവ്യൂ കണ്ടു ഇന്നലെ. ആ ഇൻ്റർവ്യൂവിൽ ആ മാതാപിതാക്കൾ പറയുന്നുണ്ട്, 19 വർഷം 20 വർഷം മുമ്പേ അവൾ നമ്മുടെ ദീൻ വിട്ട് സുരേഷ് എന്ന് പറഞ്ഞ ഒരാളുടെ കൂടെ പോയതാണ്. അത് കഴിഞ്ഞ് ഒരു ബന്ധമില്ല എന്നാണ് പൊതുവെയുള്ള ചർച്ച. പക്ഷേ ആ ഉമ്മ പറയുന്നത് 16 വർഷം അവരുടെ കൂടെ തന്നെയായിരുന്നു ഈ സുരേഷും ഈ ഹസീനയും അവരുടെ മക്കളും. ഇപ്പോൾ 3-4 മാസമായിട്ടുള്ള അവർ വേറെ വാടകയ്ക്ക് റൂം എടുത്ത് അവർ താമസം മാറിയിട്ട്, ആ താമസം മാറിയോടത്തു നിന്നാണ് ഇങ്ങനെ. അപ്പോൾ ഹസീനാനെ കഴുത്തറുത്ത് കൊല്ലാനുള്ള സാഹചര്യമുണ്ടായത് സുരേഷ് അങ്ങനെ ചെയ്ത്, സുരേഷ് അന്യമതത്തിൽപ്പെട്ടതാണെങ്കിലും സുരേഷിൻ്റെ മൂത്ത മകൾ തന്നെ വന്ന് ഇൻ്റർവ്യൂ കൊടുക്കുന്നുണ്ട്. ജീവൻ്റെ ജീവനായിരുന്നു ഹസീനാനെന്ന്. ഹസീന അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന, പക്ഷേ ഫ്രീഡം ഹസീനാക്ക് കൊടുത്തിരുന്നില്ല. പുറത്തിറങ്ങാനോ അവിടെ എവിടെയെങ്കിലും പോവാനോ സുരേഷ് ഇല്ലാതെ അവളെ വിട്ടിരുന്നില്ല എന്നുള്ളതാണ് ഹസീനാൻ്റെ മൂത്ത മകൾ തന്നെ പറയുന്നത്. അവരെ മകൾ തന്നെ വന്ന് ഇൻ്റർവ്യൂ കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇവൾ വേറെ ആരോ കൂടെ പോയിട്ടുണ്ട്. അപ്പോൾ ഈ മോളോട് പറയുമായിരുന്നത്രേ, ഉമ്മ വരൂലേ, അമ്മ വരൂലേ, അമ്മ വന്നിട്ടില്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റൂല, അമ്മയില്ലാതെ എനിക്ക് ജീവിതമില്ല, അമ്മയില്ലാതെ എനിക്ക് ജീവിതമില്ല എന്ന് പറഞ്ഞ് ഈ കുട്ടിനോട് അവർ പറഞ്ഞ്, സുരേഷ് പറഞ്ഞ് കരയുമായിരുന്നു എന്ന് ഇന്നലെ കുട്ടി പറയുന്നുണ്ട്. അപ്പോൾ കുട്ടി സമാധാനിപ്പിക്കുത്രേ. കാരണം വരും, അമ്മ വരും, വരാതിരിക്കില്ല, അമ്മ വരും, പോലീസ് സ്റ്റേഷനിൽ വെച്ച് ചർച്ച ചെയ്യുന്നുണ്ടല്ലോ, അമ്മ നമ്മുടെ കൂടെ വരും, അതുകൊണ്ട് അച്ഛൻ വിഷമിക്കാതിരിക്കുക, പേടിക്കാതിരിക്കുക, അമ്മയെ നമുക്ക് കൊണ്ടുവരാമെന്ന് പറഞ്ഞ് സ്നേഹത്തോടെതാവും. പക്ഷേ ഹസീനാൻ്റെ ഉമ്മ പറയുന്നത് മദ്യപിച്ച് ഹസീനാൻ്റെ ഉമ്മാനെ മർദ്ദിച്ചിട്ടുണ്ട്, ഹസീനാൻ്റെ വാപ്പാനെ മർദ്ദിച്ചിട്ടുണ്ട് അവരെ വീട്ടിലായിരിക്കുമ്പോൾ എന്നൊക്കെ പറയുന്നത്. ഇതൊന്നും അള്ളാഹു അല്ല, നമ്മൾ കണ്ടതല്ല, അവർ പറയുന്നത് നമ്മൾ കേൾക്കുന്നതാണ്. അപ്പോൾ ഹസീനാൻ്റെ കുട്ടി പറയുന്നത് ഹസീനാനെ ജീവനായിരുന്നു സുരേഷിന് എന്നാണ് പറയുന്നത്. കാരണം ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാണല്ലോ. ഏകദേശം 99% ആലോചിച്ച് നോക്കി, കൂട്ടവും കുടുംബത്തിനെയും വിട്ട് അന്യമതസ്ഥരുടെ കൂടെ, ഏത് മതസ്ഥരുടെ കൂടെ ആര് പോയാലും, അത് അന്യമതത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്നാലും ശരി, ഇവിടെ നിന്ന് അങ്ങോട്ട് പോയാലും ശരി, അത് കുടുംബത്തിൻ്റെ ഒരു സപ്പോർട്ട് ഇല്ലാതെയാണെന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ വന്നുപെടുന്ന ആപത്തുകൾ സഹിക്കാൻ കഴിയാത്തതാണ്. അതിൽ വരുന്ന പൊന്നു മക്കളാണ് അനുഭവിക്കുന്നത്. ഇപ്പം 4 മക്കൾക്ക് മാതാപിതാക്കളില്ലാതെയായി. കാരണം ഉമ്മാന്ന് പറയണോ വാപ്പാന്ന് പറയണോ, ഇത് രണ്ടും പറയാൻ പറ്റില്ല. ഉമ്മാന്ന് ഒരാളെ പറഞ്ഞാൽ ഒരാൾ അച്ഛൻ എന്ന് പറയേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയായിട്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങിപ്പോയിരിക്കേണ്ടിയിരിക്കുന്നത്. അതിനിടയിൽ ഹസീന എന്ത് ചെയ്തിരിക്കണം, വേറൊരാളെ കൂടെ പോയിരിക്കണം. അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇങ്ങനെ പോകുന്നവരെല്ലാം നാളെ നമ്മുടെ സമൂഹത്തിലുള്ള അവർക്കുള്ള വിലയും നിലയും അതേമാതിരി തന്നെ ഈ കൊണ്ടുപോകുന്ന ആളും അന്നത്തെ ഒരു ഇത് കഴിഞ്ഞ 6 മാസത്തെ ഗ്യാരണ്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് തിരിച്ച് ചോദ്യങ്ങൾ വരും. എൻ്റെ കൂടെ ഇറങ്ങി വന്നതല്ലേടി, നീ വേറൊരാളെ കൂടി ഇറങ്ങിപ്പോകാൻ നീ മടിക്കൊടി എന്നുള്ള ചോദ്യങ്ങൾ വരും. ആ ചോദ്യത്തിനൊന്നും നമുക്ക് മറുപടി ഉണ്ടാവില്ല. ഇപ്പം അതുപോലെയാണ് ഹസീനയും ചെയ്തത്. എന്നിട്ട് ഹസീനാനെ ആ സുരേഷ് എന്ന് പറയുന്ന ആൾ പോലീസ് സ്റ്റേഷനിൽ വെച്ച് മധ്യസ്ഥം പറഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നു. പക്ഷെ വീണ്ടും അയാൾക്ക് ഭയം വന്നു മനസ്സിനുള്ളിൽ, ഹസീന എന്നെ വിട്ട് ഇനിയും പോകുമോ എന്നുള്ളൊരു ഭയം വന്നപ്പോൾ അയാൾ മനസ്സിൻ്റെ ഉള്ളിൽ തീരുമാനിച്ചിട്ടുണ്ടാവും, ഹസീനാനെ അങ്ങ് തീർത്ത് കളയുക എന്ന്. ഹസീനാനെ തീർത്ത് കഴിഞ്ഞ് അയാൾ കാറുമെടുത്ത് ബാലരാമപുരം പോയി. അവിടെ കാർ ഉപേക്ഷിച്ച് അവിടുന്ന് ട്രെയിൻ വഴി ബസ് കയറി വേറെ എവിടെയെങ്കിലും പോയിട്ടുണ്ടാവും. എന്നിട്ട് അവിടുന്ന് ട്രെയിൻ വഴിയാണ് പോയിട്ട് അവിടെ പോയി ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. ആ 4 മക്കളെ ഇന്നലെ അവർ ഒരു ഇൻ്റർവ്യൂ കൊടുക്കുമ്പോൾ ഈ ഹസീനാൻ്റെ
ഉമ്മാൻ്റെ ഏട്ടത്തിൻ്റെ മകൻ പറയുന്നുണ്ട് മക്കളെ കാര്യത്തിൽ ഒരു തീരുമാനം ഇനി ആയിട്ടില്ല എന്ന്. കാരണം 2 കുട്ടികൾ ഒരുവിധം, ഒരു കുട്ടി പ്രായപൂർത്തിയായ കുട്ടിയാണ്, മറ്റൊരു കുട്ടി ഈ പറയുന്ന 4 മക്കൾ. ആ മക്കൾ എന്ത് പിഴച്ചു? ആ മക്കളെ സംരക്ഷണം ഒന്നൊക്കെയാണെങ്കിൽ ആര് ഏറ്റെടുക്കും? ഈ 4 മക്കളെ ഇനി ആര് ഏറ്റെടുക്കും? എന്ത് ചെയ്യുക ആ മക്കൾ? ആയിട്ടങ്ങൾക്ക് പഠിക്കണ്ടേ, ഡ്രസ്സ് വേണ്ടേ, ജീവിക്കണ്ടേ, ആഹാരം വേണ്ടേ? അവിടെ ഹസീനാൻ്റെ ഉമ്മ ഒരു നല്ലൊരു വയസ്സായ ഒരു മനുഷ്യത്തിയാണ്. അതിൻ്റെ വാപ്പി അതേമാതിരി ആയിരിക്കുമല്ലോ. സുരേഷിൻ്റെ കുടുംബങ്ങളിൽ ആരെയും പുറത്തേക്ക് കണ്ടിട്ടില്ല. ഇവർ ഒറ്റയ്ക്ക് ഇരിക്കുകയാണെന്നാണ് പറയുന്നത്. 5 ലക്ഷം രൂപ കൊടുത്ത് ഒരു വീട് ഒറ്റയ്ക്ക് എടുത്തിട്ട് ആ വീട്ടിലാണ് അവരിയ്ക്കുന്നത്. അത് ഹസീനാൻ്റെ ഭർത്താവിൻ്റെ പണമാണെന്നാണ് പറയുന്നത് അവരുമ്മ, ഹസീനാൻ്റെ ഉമ്മ പറയുന്നത്. അതേമാതിരി ഇനി കുറച്ച് പൈസ കിട്ടാനുണ്ട്, വേറൊരു വാടക റൂമിലേക്ക് കൊടുത്ത് ഇരിക്കാൻ. കാരണം വേറൊരു 6 ലക്ഷം രൂപ എന്തോ കിട്ടിയപ്പോൾ ആ 6 ലക്ഷം രൂപ എവിടെയോ പലിശക്ക് കൊടുത്തിട്ട്, 5 ലക്ഷം രൂപ പലിശക്ക് കൊടുത്തിട്ട് ആ പലിശ വാങ്ങിയിട്ടാണ് ഈ വാടക റൂമിൻ്റെ വാടക കൊടുക്കണം ആ വീടിൻ്റെ എന്നാണ് പറയുന്നത്. അതൊക്കെ ഹസീനാൻ്റെ ഉമ്മ പറഞ്ഞ് ഞാൻ ഇന്നലെ കേട്ടോ. അപ്പോൾ പൊന്നു മക്കളെ, നിങ്ങൾ മാതാപിതാക്കളെ വിട്ട് സ്നേഹത്തിൻ്റെ പേരിൽ നിങ്ങൾ പോകല്ലേ. ഇനി അങ്ങനെ നിങ്ങൾ പോകുകയാണെങ്കിൽ നിങ്ങളെ കുടുംബങ്ങളുടെ പക്ഷേ കുടുംബങ്ങളുടെ സഹായത്തോടു കൂടി തന്നെയാണ് ഹസീന ജീവിച്ചിരുന്നത്. ഇന്ന് മനുഷ്യനെ കൊല്ലാൻ ഒരു കാര്യങ്ങളും വേണ്ട, എനിക്കിത് നഷ്ടപ്പെടുന്നു കണ്ട എന്നാൽ മറ്റാർക്കും വേണ്ട എന്നുള്ള തീരുമാനത്തിലെത്തുകയാണ് മനുഷ്യന്മാർ, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും. അതിൽ നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാണ്. പക്ഷേ എന്താ പറഞ്ഞാലും വാപ്പിയും ഉമ്മയും ഇല്ലാതെ, അല്ലെങ്കിൽ അച്ഛനും അമ്മയും ഇല്ലാതെ ആ 4 മക്കൾ നിരപരാധികളായ, ഒന്നും അറിയാതെ, ഒരു തെറ്റും ചെയ്യാതെ അവർ കാരണം കൊണ്ട് അള്ളാഹിൻ്റെ ഭൂമിയിലേക്ക് വന്ന ആ മക്കൾ അനാഥമാക്കപ്പെട്ടു. ഇനി ആ മക്കളുടെ കാലം, ഇത്ര കാലഘട്ടങ്ങൾ ജീവിച്ച് വന്നമാരൊരു ജീവിതം അവർക്കുണ്ടാകുമോ? എത്ര തന്നെ അതിലൊരു മാതാവിൻ്റെയും പിതാവിൻ്റെയും സ്നേഹം കിട്ടി വളർന്ന മക്കൾ ഇനി ആരുടെങ്കിലും കാരുണ്യത്തിൽ വളരണ്ടേ? സഹതാപത്തോടെ ആ മക്കളെ നോക്കൂലേ? എന്തൊരു കഷ്ടമാണ് മനുഷ്യന്മാർ ചെയ്തു കൂട്ടുന്ന അക്രമങ്ങൾ. പടച്ചോനെ, ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. ഏതായാലും ഇത്രയുള്ള 7 മിനിറ്റായി. അസ്സലാമു അലൈക്കും. വേറെ വീഡിയോസും കൊണ്ട് വീണ്ടും കാണാം.